ഹായ് ഓൾ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ കിച്ചണിൽ നമ്മൾ ജോലികളൊക്കെ ചെയ്യുമ്പോൾ അത് വളരെ പെട്ടെന്ന് ഈസിയായിട്ട് നമുക്ക് ചെയ്ത് തീർക്കാനും അതേപോലെ തന്നെ നമ്മൾ ഉണ്ടാക്കുന്ന ഫുഡിനൊക്കെ നല്ല കിടിലൻ ടേസ്റ്റ് കൊടുക്കാനും പറ്റിയിട്ടുള്ള നല്ല കുഞ്ഞു കുഞ്ഞ് ടിപ്സുകളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് തന്നെ ഒന്ന് കണ്ടു നോക്കിട്ടോ. ഇതിൽ എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന കുറേ അധികം ടിപ്പുകൾ ഞാൻ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ എന്തായാലും മറക്കരുത്. അതേപോലെ നിങ്ങൾ ഫ്രണ്ട്സിനും ഫാമിലീസിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോവാം. ഫസ്റ്റ് ഞാൻ സാമ്പാർ വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ കുക്കറിലേക്ക് വെള്ളമൊഴിച്ച് പരിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ പരിപ്പ് വേവിക്കുന്നതിനോടൊപ്പം തന്നെ കുറച്ചധികം വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക കേട്ടോ. ഒന്നില്ലെങ്കിൽ അത് മുഴുവനോട് കൂടിയിട്ട് തന്നെ ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ചതച്ചിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ആ ഒരു പരിപ്പിന് നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും. അതേപോലെ അസിഡിറ്റിക് പ്രോബ്ലംസ് ഒക്കെ ഉള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രോബ്ലംസ് ഇതിലൂടെ തന്നെ പോയി കിട്ടും കേട്ടോ. കുറച്ചധികം തന്നെ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്ക് സാമ്പാറിന് നല്ലൊരു തിക്നെസ് കിട്ടാനായിട്ട് നമ്മൾ തേങ്ങ അരക്കാണ്ടൊക്കെയാണ് സാമ്പാർ വെക്കുന്നതെന്നുണ്ടെങ്കിൽ പരിപ്പ് നന്നായിട്ട് വെന്ത് നല്ല പേസ്റ്റായിട്ട് ഉടഞ്ഞു കിട്ടണം കേട്ടോ. അതേ രീതിയിൽ പരിപ്പൊന്ന് വേവിച്ചെടുക്കുക. പിന്നെ അടുത്ത ടിപ്പ്, നമ്മൾ സാമ്പാർ താളിച്ചെടുക്കില്ലേ, സാമ്പാറിലേക്ക് കടുക് താളിക്കുമ്പോൾ ആ ഒരു കടുകിട്ട് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് ഉണക്കമുളക് പൊട്ടിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കറിവേപ്പില, പിന്നെ അടുത്തതായിട്ട് സാമ്പാർ പൊടിയും അതേപോലെ കായവും കൂടെ ആ ഒരു വെളിച്ചെണ്ണയിലിട്ടിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ കഷ്ണത്തിലേക്ക് ഡയറക്റ്റായിട്ട് സാമ്പാർ പൊടി ഇട്ട് കൊടുക്കാണ്ട് ഇതേപോലെ വെളിച്ചെണ്ണയിലിട്ടിട്ട് നന്നായിട്ട് ആ കായവും സാമ്പാർ പൊടിയും കൂടെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം നിങ്ങൾ സാമ്പാറിലേക്ക് ഇട്ട് നോക്കുക കേട്ടോ. സാമ്പാറിന് നല്ലൊരു കളറും അതേപോലെ നല്ല എക്സ്ട്രാ ഒരു ടേസ്റ്റും ഇങ്ങനെ സാമ്പാർ വെക്കുമ്പോൾ നമുക്ക് കിട്ടും. അപ്പോൾ ഇതും ഒന്ന് നിങ്ങൾ ട്രൈ ആക്കി നോക്കിട്ടോ. സാമ്പാർ വെക്കുമ്പോൾ ഇതേപോലെ ഒന്ന് ട്രൈ ആക്കി നോക്ക്. പൊടി കരിയാണ്ട് നന്നായിട്ട് മൂപ്പിച്ചിട്ട് ഇട്ട് കൊടുക്കണം. അപ്പോൾ കണ്ടില്ലേ, സാമ്പാർ ഞാൻ കഷ്ണങ്ങളൊക്കെ വേവിച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് നമ്മൾ ആ താളിച്ചിട്ടുള്ള പൊടിയും എല്ലാനും ഒരുമിച്ച് അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾ സാമ്പാറിൻ്റെ ആ ഒരു കളറൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോട്ടെ. നല്ലൊരു തിക്നെസ്സും കിട്ടും, നമുക്ക് നല്ല കറിക്ക് സാമ്പാറിന് നല്ലൊരു തിക്നെസ്സും കിട്ടും. അതോട് കൂടിയിട്ട് തന്നെ നല്ലൊരു കളറും കിട്ടും കേട്ടോ. പിന്നെ ആ ഒരു പൊടിയൊക്കെ മൂത്ത് വന്നതിൻ്റെ നല്ലൊരു ഫ്ലേവറും കിട്ടും സാമ്പാറിന്. ഇതേപോലെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ആക്കി നോക്കിക്കോ. അപ്പോൾ നമ്മുടെ സാമ്പാർ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ അടുത്തത് സാമ്പാറിൽ നമ്മൾ സാമ്പാറെല്ലാം റെഡി ആയിക്കഴിഞ്ഞ് ലാസ്റ്റ് കുറച്ച് ശർക്കര നീര് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒന്നില്ലെങ്കിൽ ഒരു ശർക്കരയുടെ ചെറിയൊരു പീസ് ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഇതേപോലെ ശർക്കര പാനിയാക്കി വെച്ചതുണ്ടെങ്കിൽ ഒരു ടീസ്പൂണോളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ലാസ്റ്റ് നമ്മുടെ ആ ഒരു മധുരവും ആ ഒരു എരിവും പുളിയൊക്കെ ഒന്ന് ബാലൻസ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതും നല്ലൊരു കിടിലൻ ടേസ്റ്റാണ് കേട്ടോ നമുക്ക് സാമ്പാറിന് കൊടുക്കുന്നത് ഇങ്ങനെ ചെയ്യുമ്പോൾ. ഇനി ഇതൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ചൊരു ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്താലും മതി. പിന്നെ നമ്മൾ എക്സ്ട്രാ ഒരു ഫ്ലേവർ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ കുറച്ച് മല്ലിയിലയും കൂടെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതേപോലെ നിങ്ങൾ സാമ്പാർ ഒന്ന് ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് എന്തായാലും വെച്ച് നോക്കിയിട്ട് നല്ല ടേസ്റ്റാണ് സാമ്പാറിന്. നല്ലൊരു കളറും കിട്ടും, നമ്മൾ തേങ്ങ അരക്കാണ്ട് തന്നെ നല്ലൊരു തിക്നെസ്സും കിട്ടും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നെക്സ്റ്റ് നമ്മൾ ഞാൻ ഗോതമ്പിൻ്റെ പുട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഗോതമ്പിൻ്റെ പുട്ട് ഉണ്ടാക്കുമ്പോൾ എല്ലാവർക്കും വന്നൊരു പ്രോബ്ലമാണ് കട്ട പിടിക്കൂട്ടെ. നമ്മൾ പൊടി നനച്ചെടുക്കുന്ന ടൈമിൽ ഒരുപാട് കട്ട പിടിക്കും. അതേപോലെ നമ്മൾ അരിയുടെ പുട്ടുണ്ടാക്കുന്ന പോലെ അത്ര ആ ഒരു തരിയോട് കൂട്ടിയിട്ട് നമുക്കിത് ഒരിക്കലും കിട്ടാറില്ല. അപ്പോൾ അത് അല്ലാണ്ട് നമ്മൾ അരിപ്പുട്ട് ഉണ്ടാക്കുന്നത് പോലെ തന്നെ നല്ല സോഫ്റ്റായിട്ട് നല്ല തരിയോട് കൂടിയിട്ടുള്ള പുട്ടുണ്ടാക്കാനായിട്ടുള്ള നല്ലൊരു ടിപ്പാണ് കേട്ടോ. അപ്പോൾ ഞാൻ 2 പാത്രത്തിലായിട്ട് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഒന്ന് കുറച്ച് പരന്ന പാത്രത്തിൽ എടുത്തിട്ടുണ്ട്, അതേപോലെ കുറച്ചൊരു കുഴിയുള്ള പാത്രത്തിൽ എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് 2 പൊടിയിലേക്കും ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ കണ്ടില്ലേ, ഇതേപോലെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ പരന്ന പാത്രത്തിൽ കുറച്ചധികം പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കുഞ്ഞു പാത്രത്തിൽ കുറച്ച് ചെറിയ ക്വാണ്ടിറ്റിയിലാണ് കേട്ടോ പൊടി എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമുക്ക് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് വെള്ളം കൂടുതലായിട്ട് ഒഴിച്ചിട്ട് നമുക്ക് ഈ പൊടി ഒന്ന് നനച്ചെടുക്കാം. നമ്മൾ പുട്ടിന് നനക്കുന്നത് പോലെയല്ല കേട്ടോ, നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്നതിനും കുറച്ചും കൂടെ ലൂസായിട്ട് വേണം നമുക്ക് ഈ ഒരു പൊടി നനച്ചെടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്കത് പെട്ടെന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാകും. കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ ഇളക്കി മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. മറ്റേ പൊടിയിൽ നമ്മൾ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല.
കണ്ടില്ലേ ഇതാ ഇതേ രീതിയിൽ കുറച്ച് നനവോട് കൂടിയിട്ട് നല്ലൊരു കട്ടയാവുന്ന രീതിയിൽ നമ്മൾ ചപ്പാത്തിക്ക് കുഴക്കുന്നതിനും കുറച്ചും കൂടി ലൂസായിട്ട് കണ്ടില്ലേ ഇതേ രീതിയിൽ നമ്മൾ പൊടി കുഴച്ചെടുക്കുക. പിന്നെ ഇളം ചൂടുള്ള വെള്ളമുണ്ട് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തത്. ഒരുപാട് തിളച്ച വെള്ളവും വേണ്ട പച്ചവെള്ളവും വേണ്ട. ഇനിയിപ്പോൾ നമ്മൾ പുട്ടിന് പൊടി മിക്സ് ചെയ്തെടുക്കുന്നത് ഇതേപോലെ മിക്സിയുടെ ജാറിൽ ഇട്ടിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാനിതാ മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ആദ്യം നനക്കാത്ത പൊടി ഉണ്ടല്ലോ ആ ഒരു പച്ചപ്പൊടി ഗോതമ്പ് പൊടി അത് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മളിതാ നനച്ച പൊടി ഉണ്ടല്ലോ നമ്മൾ കുഴച്ചെടുത്ത പൊടി വെള്ളം ഒഴിച്ചിട്ടുള്ള പൊടി കുറച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലേക്കായിട്ട് ഇതാ കുറച്ച് നനക്കാത്ത പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ പെട്ടെന്ന് ക്ലിയർ ആവും. എന്നിട്ട് ഇതാ മിക്സിയുടെ ജാർ അടച്ചിട്ട് ഒന്ന് പൾസ് ചെയ്തെടുക്കുക കേട്ടോ. ഒരുപാട് നേരം കണ്ടിന്യൂസ് ആയിട്ട് അടിച്ചെടുക്കരുത്. ഇതേപോലെ ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കണ്ടോ ഇതേപോലെ കിട്ടും. അപ്പോൾ നമ്മൾ ഇതിപ്പോൾ നനവ് കുറവാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ നമ്മൾ നനച്ചിട്ടുള്ള പൊടി കുറച്ചും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതേപോലെ നമ്മൾ വെള്ളം ഒഴിച്ച് കുഴച്ചെടുത്തിട്ടുള്ള ആ ഒരു പൊടി മിക്സ് ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു പൊടി കുറച്ചും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മുടെ ആ പൊടിയുടെ ഒരു നനവ് പാകാവുന്ന രീതിയിൽ നമുക്ക് ഇതേപോലെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഇത്തിരി നനവ് കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു വെള്ളം ഒഴിക്കാത്ത ഡ്രൈ ആയിട്ടുള്ള പൊടി ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ അങ്ങനെ രണ്ടും മിക്സ് ചെയ്തിട്ട് നമ്മൾ കറക്റ്റ് ആ ഒരു നനവിൽ നമ്മൾ പൊടി അടിച്ചെടുക്കുക കേട്ടോ. കണ്ടില്ലേ അപ്പോൾ ഇതിപ്പോൾ നന്നായിട്ട് പൊടിയൊക്കെ നനഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഒട്ടും കട്ടയൊന്നും ഇല്ലാണ്ട് നല്ല സോഫ്റ്റായിട്ട് നമുക്ക് ആ ഒരു അരിപ്പുട്ടിന് പൊടി നനച്ചെടുക്കുന്നത് പോലെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതേപോലെ തന്നെ ബാക്കിയുള്ളതും കൂടെ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ കണ്ടില്ലേ മുഴുവനായിട്ട് ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഫസ്റ്റ് നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ നനക്കാത്ത പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ നനച്ച പൊടി ഇട്ടിട്ട് അങ്ങനെ നമ്മൾ മിക്സിയുടെ ജാറിലൊന്ന് പൾസ് ചെയ്ത് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ പുട്ടിനുള്ള പൊടി നനച്ച് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ പുട്ടുകുറ്റിയിലേക്ക് തേങ്ങ കുറച്ച് അധികം ഇട്ട് കൊടുത്തിട്ട് നമ്മൾ പുട്ടിൻ്റെ ഈ ഒരു പൊടി ഇട്ട് കൊടുക്കുക. അങ്ങനെ നമ്മൾ സാധാ ടൈപ്പിൽ പുട്ടുണ്ടാക്കുന്ന പോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഗോതമ്പ് പൊടിയും കൊണ്ടുള്ള പുട്ടുണ്ടാക്കുമ്പോൾ കട്ട കിട്ടുന്ന ആ ഒരു പ്രശ്നം ഇതേപോലെ ചെയ്യുമ്പോൾ ഉണ്ടാവില്ല. അപ്പോൾ ഈ ഒരു ടിപ്സ് നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കട്ടെ. ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് ഗോതമ്പ് പൊടിയുടെ പുട്ട് നല്ല അടിപൊളിയായിട്ട് നമ്മൾ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ആവിയൊക്കെ കയറിയിട്ട് പുട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ നല്ല തരിയോട് കൂടിയിട്ട് ഒട്ടും കട്ട കെട്ടാണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഗോതമ്പ് പൊടിയുടെ പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു പുട്ട് എത്ര നേരം വെച്ചാലും നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടും കേട്ടോ. കണ്ടില്ലേ നല്ല കുക്കായിട്ട് വന്നിട്ടുണ്ട്. ആവിയൊക്കെ കയറി നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ഗോതമ്പ് പൊടിയുടെ പുട്ട്. അപ്പോൾ ഇതേപോലെ കട്ടില്ലാണ്ട് നമ്മൾ കുറേ നേരം നമ്മൾ മെനക്കെട്ട് നിൽക്കണമല്ലോ ഈ ഒരു പുട്ടുണ്ടാക്കുമ്പോൾ ഗോതമ്പ് പൊടിയുടെ പുട്ടുണ്ടാക്കുമ്പോൾ. അപ്പോൾ അതൊന്നും ഇല്ലാണ്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇതേപോലെ ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു ടിപ്പ് അറിയില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. അടുത്തത് ഈ ഒരു ഗോതമ്പിൻ്റെ പുട്ടിന് നമുക്ക് കോമ്പിനേഷനായിട്ട് നല്ല ടേസ്റ്റിൽ കടല കറി ഉണ്ടാക്കിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ കുറച്ച് പൊടികളൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. ഫസ്റ്റ് ഒരു പാനിലേക്ക് കുറച്ചധികം മല്ലിപ്പൊടി, എരിവിന് ആവശ്യമായിട്ട് മുളക് പൊടി, പിന്നെ കുറച്ച് ചിക്കൻ മസാല ഇട്ട് കൊടുക്കുക. പിന്നെ അതേപോലെ കുറച്ച് ഗരം മസാലയും കൂടി ഇട്ടിട്ട് തീ കുറച്ചിട്ടിട്ട് നമുക്കിത് പൊടികളൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ പൊടികളൊട്ടും കരിഞ്ഞു പോവാണ്ട് ഇളക്കി കൊടുത്ത് നന്നായിട്ട് ആ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ട് നല്ലൊരു സ്മെല്ല് വരുന്ന വരെ നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കുക. അപ്പോൾ ഇതേപോലെ ബീഫ് കറി വെക്കുമ്പോഴും ചിക്കൻ കറി വെക്കുമ്പോഴൊക്കെ ഇതേപോലെ പൊടികൾ സെപ്പറേറ്റ് ആയിട്ട് ഒന്ന് നിങ്ങൾ ഫ്രൈ ചെയ്തിട്ട് റോസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ കറിയിലൊന്ന് ഇട്ട് നോക്കിയിട്ട് നല്ലൊരു കളറും അതേപോലെ ആ ഒരു കറിക്ക് നല്ലൊരു സ്മെല്ലും ടേസ്റ്റൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ കുക്കറിൽ കടല വേവിച്ചിട്ടുണ്ട്. സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതച്ചിട്ടിട്ട് വെള്ളം ഒഴിച്ച് നമ്മൾ കടല വേവിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള റോസ്റ്റ് ചെയ്ത് വെച്ചുള്ള ആ ഒരു പൊടികളെല്ലാം ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കുക. അതിനുശേഷം പിന്നെ നമ്മൾ ചെയ്യുന്ന പോലെ ഒന്ന് താളിച്ച് ഒഴിച്ചു കൊടുത്താലും കൂടെ മതിയിട്ടോ. അപ്പോൾ നല്ല തിക്നെസ്സോട് കൂടിയിട്ട് നമ്മൾ കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു കടലക്കറിയുടെ ആ ഒരു നല്ലൊരു ടേസ്റ്റും സ്മെല്ലും ഒക്കെ കിട്ടും കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ അതേപോലെ കടുകും കറിവേപ്പിലയും വറ്റൽമുളകും കൂടെ ഒന്ന് താളിച്ചത് ആ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കടലക്കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതേപോലെ നിങ്ങൾ കറി വെക്കാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ.
നല്ല ടേസ്റ്റാണ് കേട്ടോ. നല്ല ചിക്കൻ കറിയുടെ ബീഫ് കറിയുടെ ഒക്കെ ഒരു ഫ്ലേവറാണ് ഈ ഒരു കടലക്കറിക്ക്. നല്ല ടേസ്റ്റാണ് ഈ ഒരു ഗോതമ്പ് പുട്ടും ഇങ്ങനെ വെക്കുന്ന കടലക്കറി നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കടലക്കറി ചെയ്യുമ്പോൾ നിങ്ങൾ ഇനി മുതൽ ഇതേ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. നമ്മൾ ആ ഒരു സെർവ് ചെയ്യുന്ന ടൈം ആകുമ്പോഴേക്കും കുറച്ചും കൂടെ ഒന്ന് തിക്കായിട്ട് വരും ഈ ഒരു കടലക്കറി. അപ്പോൾ നല്ല ടേസ്റ്റിൽ ഇതാ നമുക്ക് ഈസി ആയിട്ട് സിമ്പിളായിട്ട് നല്ല അടിപൊളി ഗോതമ്പിൻ്റെ പുട്ടും കടലക്കറിയും ഇനി വീട്ടിൽ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. ഇനി അടുത്തതായിട്ട് നമ്മൾ ഗോതമ്പ് പൊടിയുടെ ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു ടിപ്പാണ്. അപ്പോൾ അതിനായിട്ട് ഇതൊരു പാത്രത്തിലേക്ക് ഞാൻ കുറച്ച് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ ഈ ഒരു ചപ്പാത്തിക്ക് നല്ലൊരു ടേസ്റ്റും സോഫ്റ്റ്നെസ്സും കൊടുക്കാനായിട്ട് ഒരു 3/4 ടീസ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നറുനെയ്യ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ ഒരു ഉപ്പും അതേപോലെ നെയ്യും കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ചൂടുള്ള വെള്ളത്തിലാണ്ട് നമ്മൾ ഈ ഒരു ചപ്പാത്തി കുഴച്ചെടുക്കുന്നത്. തിളച്ച വെള്ളമൊന്നും വേണമെന്നില്ല. ഇളം ചൂടുള്ള നമ്മുടെ കൈയൊക്കെ ഇങ്ങനെ മുക്കാൻ പറ്റിയിട്ടുള്ള ഒരു പാകത്തിലുള്ള ചൂടിൽ വെള്ളം എടുക്കുക. എന്നിട്ട് അതൊഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ആദ്യം ആ ഒരു ഉപ്പും നെയ്യും ഒക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കൈ വെച്ചിട്ട്. അതിന് ശേഷം ഇതാ കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ചപ്പാത്തിക്ക് കുഴച്ചെടുക്കുന്നത് പോലെ തന്നെ ഇത്തിരി സോഫ്റ്റായിട്ട് തന്നെ നമുക്ക് മാവൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ ആദ്യമൊക്കെ നമ്മൾ തിളച്ച വെള്ളത്തിലല്ലേ പൊടി കുഴച്ചെടുക്കുന്നത്. അപ്പോൾ അതൊന്നും വേണ്ട കേട്ടോ. ഇളം ചൂടുള്ള വെള്ളം മതി. അപ്പോൾ ഇതേപോലെ ഞാനൊന്ന് മാവ് കുഴച്ചെടുക്കുന്നുണ്ട്. കണ്ടില്ലേ, അത്യാവശ്യം നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കുക. ഒരുപാട് നേരമൊന്നും കുഴക്കണ്ട കേട്ടോ. ചപ്പാത്തിക്ക് മാവ് കുഴക്കുമ്പോൾ ഒരുപാട് നേരിട്ടൊന്നും കുഴക്കണമെന്നില്ല. ആ പൊടിയൊക്കെ ഒന്ന് നന്നായിട്ട് കമ്പൈനായിട്ട് ഇതേപോലെ ഒരു മാവായിട്ട് കിട്ടുന്ന രീതിയിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കുഴച്ചെടുത്താൽ മതി. പിന്നെ നമ്മൾ ആ ഒരു നെയ്യ് ചേർക്കുമ്പോൾ തന്നെ ചപ്പാത്തിക്ക് നല്ലൊരു സോഫ്റ്റ്നെസ് കിട്ടും കേട്ടോ. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ അതും ചപ്പാത്തിക്ക് നല്ല ടേസ്റ്റ് കൊടുക്കും. ഇനിയിപ്പോൾ ഇതാ കുഴച്ച് വെച്ചതിന് ശേഷം ഞാനൊരു 10 മിനിറ്റ് അങ്ങനെ തന്നെ വെക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്ക് ചപ്പാത്തി ഓരോന്നും ഇങ്ങനെ ബോൾസായിട്ട് നമുക്കൊന്ന് റൗണ്ട് ഷേപ്പിലാക്കിയെടുക്കുക. അപ്പോൾ ഇതേപോലെ ക്രാക്സ് ഒന്നും ഇല്ലാണ്ട് ചപ്പാത്തി ബോൾസാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ കൈ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ആ ഒരു ക്രാക്കുള്ള ഭാഗത്ത് ഒന്ന് ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഒരു ക്രാക്ക് മാറിയിട്ട് നല്ല ബോൾസായിട്ട് നമുക്ക് ചപ്പാത്തി ഒന്ന് റൗണ്ടാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ കണ്ടില്ലേ, ഇതേപോലെ ഞാൻ എല്ലാം ഒന്ന് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കൗണ്ടർ ടോപ്പിലൊന്നും ചപ്പാത്തി പരത്തുമ്പോൾ എപ്പോഴുള്ള ഒരു പ്രശ്നമാണ് നമ്മുടെ കൗണ്ടർ ടോപ്പിൽ നന്നായിട്ട് പൊടിയാകും. അതേപോലെ പിന്നെ അത് ക്ലീൻ ആക്കാൻ നിൽക്കണം. പിന്നെ ചപ്പാത്തി പലക എടുക്കണം. അങ്ങനെ കുറേ ഇതുകളുണ്ടല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ പലർക്കും ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് മടിയാണ്. അപ്പോൾ അതൊന്നും ഇല്ലാണ്ട് ഈസി ആയിട്ട് നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു പാത്രമുണ്ട് സ്റ്റീലിൻ്റെ, കുറച്ച് വട്ടമുള്ളൊരു പാത്രം എടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് പൊടിയിട്ട് കൊടുത്തിട്ട് നമുക്ക് ഇതേപോലെ ചപ്പാത്തി ഒന്ന് പരത്തിയെടുക്കണം. നല്ല ഈസി ആയിട്ട് നമുക്ക് അതിൽ വെച്ചിട്ട് പരത്തിയെടുക്കുക. ഇനി നിങ്ങൾക്ക് അങ്ങനെ പരത്തിയെടുക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ അടിയിലൊരു ന്യൂസ് പേപ്പർ ഇട്ട് കൊടുക്കുക. കണ്ടില്ലേ, ഇതേപോലെ ഒന്ന് ന്യൂസ് പേപ്പർ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതേപോലെ ചപ്പാത്തി പരത്തിയെടുക്കട്ടെ. നമ്മൾ ചപ്പാത്തി പലകയിൽ വെച്ച് പരത്തുന്നതിലും നല്ല ഈസി ആയിട്ട് നമുക്ക് ഇതിൽ വെച്ച് പരത്തിയെടുക്കുക. പിന്നെ നല്ല കനം കുറഞ്ഞ ചപ്പാത്തിയായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ നല്ല ഈസിയാണ് ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ. നല്ല സിമ്പിളായിട്ട് നമുക്ക് പരത്തിയെടുക്കുകയും ചെയ്യാം. അതേപോലെ നമ്മുടെ കൗണ്ടർ ടോപ്പ് ഒരുപാട് പൊടിയായിട്ട് നമുക്ക് ക്ലീൻ ആക്കി എടുക്കേണ്ട ആ ഒരു പണി ഉണ്ടാവില്ല കേട്ടോ. ആ ഒരു പൊടിയൊക്കെ നമ്മുടെ ആ ഒരു ന്യൂസ് പേപ്പറിലേക്ക് വീണോളും. അപ്പോൾ സിമ്പിളായിട്ട് കണ്ടില്ല, നല്ല കട്ടി കുറഞ്ഞിട്ടുള്ള ചപ്പാത്തി ഞാനിവിടെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതൊക്കെ ഇങ്ങനെ തന്നെ പരത്തിയെടുക്കുക. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഈ ഒരു പാത്രത്തിൽ വെച്ചിട്ട് പരത്തിയെടുക്കുന്നത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ. നമുക്ക് സിമ്പിളായിട്ട് പരത്തിയെടുക്കുക. കുറച്ച് പൊടി ഇട്ട് കൊടുത്താൽ മതി. പിന്നെ അതേപോലെ നമ്മൾ ചപ്പാത്തി പരത്തുന്ന ടൈമിൽ നമ്മൾ ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാണ്ട് കുറച്ച് മൈദപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് അതിങ്ങനെ നല്ല അതിൻ്റെ ഇങ്ങനെ നമുക്ക് പരത്തിയെടുക്കാനായിട്ട് ഈസിയാണ് കേട്ടോ. നമുക്ക് പെട്ടെന്ന് ചപ്പാത്തി ഇങ്ങനെ തിരിച്ചിട്ട് കൊടുക്കാൻ പറ്റും. അത്രയ്ക്ക് നൈസായിട്ടുള്ള പൊടിയല്ലേ മൈദപ്പൊടി. അപ്പോൾ അതുകൊണ്ട് നമുക്ക് മൈദപ്പൊടി കുറച്ചിട്ടിട്ട് ഒന്ന് പരത്തി നോക്ക് നിങ്ങൾ. അപ്പോൾ കണ്ടില്ലേ, ഇതേപോലെ ഞാൻ ചപ്പാത്തി മുഴുവനായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കൗണ്ടർ ടോപ്പ് കണ്ടില്ലേ, ഒട്ടും പൊടിയൊന്നും ആയിട്ടില്ല. പൊടിയൊക്കെ ന്യൂസ് പേപ്പറിൽ വീണുകൊണ്ട് തന്നെ നമുക്ക് അതെടുത്ത് ക്ലീൻ ചെയ്യാനും ഈസിയാണ്. അപ്പോൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് കേട്ടോ. പിന്നെ ചപ്പാത്തി ചുടാനായിട്ട് ഞാനപ്പോൾ പരത്തി വെച്ചതിന് ശേഷം പാൻ വെച്ച് പാനൊന്ന് നന്നായിട്ട് ചൂടായ ശേഷം നമുക്ക് ചപ്പാത്തി ഇട്ട് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് ആവി വന്ന് തുടങ്ങുന്ന ടൈമിൽ തന്നെ രണ്ടാമതൊന്ന് മറിച്ചിട്ട് കൊടുക്കുക കേട്ടോ. അതിന് ശേഷം ഇതേപോലെ ഒന്നിങ്ങനെ തിരിച്ച് നന്നായിട്ട് ബബിൾസ് വന്ന് തുടങ്ങണം.
ആ ഒരു നന്നായിട്ട് ബബിൾസ് വന്ന് തുടങ്ങുന്ന ടൈമിൽ മൂന്നാമത് നമുക്കൊന്നും കൂടി ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, ഇപ്പോൾ ഇതാ അത്യാവശ്യം നന്നായിട്ട് ബബിൾസ് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ തിരിച്ചിടുമ്പോൾ തന്നെ നന്നായിട്ട് അത് പൊന്തി നല്ല ഫ്ലഫി ആയിട്ട് വന്നോളൂ കേട്ടോ. അപ്പോൾ ഒരുപാട് തവണ ഇങ്ങനെ മറിച്ചിടാണ്ട് ഫസ്റ്റ് ആ ആവി നമ്മൾ ഇടുന്ന ആ ടൈമിൽ തന്നെ ജസ്റ്റ് ഒന്ന് ആവി വരുമ്പോൾ തന്നെ ഒന്ന് മറിച്ചിടുക. പിന്നെ നന്നായിട്ട് ബബിൾസ് വന്ന് തുടങ്ങുമ്പോൾ ഒരു പ്രാവശ്യം കൂടെ മറിച്ചിട്ടാൽ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി ഉണ്ടാക്കി എടുക്കാട്ടെ വീട്ടിൽ. അപ്പോൾ കണ്ടില്ലേ, ഞാൻ ചപ്പാത്തിയൊക്കെ ചുട്ടിട്ടുണ്ട്. അപ്പോൾ കണ്ട നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തിയാണ്. ഞാൻ ഇതിൽ വേറെ ഓയിലോ ഒന്നും ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടില്ല. പക്ഷേ എങ്കിലും നമുക്കിത് നല്ല സോഫ്റ്റായിട്ട് നല്ല ഫ്ലഫി ആയിട്ടുള്ള ചപ്പാത്തി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങളൊന്ന് ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കാനായിട്ട് ട്രൈ ചെയ്ത് നോക്കിട്ടോ. എന്നിട്ട് കമൻറ്റ് ബോക്സിൽ വന്നിട്ട് അറിയിക്കണേ. പിന്നെ ഇതാ നമ്മൾ ധൃതി പിടിച്ചിട്ട് നമ്മൾ പെട്ടെന്ന് കിച്ചണിൽ ഈ ഒരു പണിയെടുക്കുന്ന സമയത്ത് ഇത്തിരി വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഒന്ന് ചതച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഇടിയെല്ലാം എടുക്കണം, അല്ലെങ്കിൽ മിക്സിയുടെ ജാർ എടുക്കണം. അപ്പോൾ കുറച്ച് പണിയല്ലേ. അപ്പോൾ അതൊന്നും ഇല്ലാണ്ട് ഇതേപോലെ ഒരു ഗ്രേറ്റർ ഉണ്ടെന്നുണ്ടെങ്കിൽ വെളുത്തുള്ളിയൊക്കെ ഇതായത് ഈസി ആയിട്ട് സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മൾ ചതച്ചെടുക്കുന്നതിനേലും നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്താൽ കിട്ടും. അപ്പോൾ നമ്മൾ ഇനി മുതൽ മിക്സിയുടെ ജാറോ അല്ലെങ്കിൽ ഇടികല്ലോ ഒന്നും എടുത്തിടിക്കാനും പിടിക്കാനും ഒന്നും നിൽക്കണ്ട. നമുക്ക് ഈസി ആയിട്ട് അതേപോലെ ഗ്രേറ്ററിൽ ആ ചെറിയ ഗ്രേറ്ററിൽ ആ ഭാഗത്തിൽ വെച്ചിട്ട് നമുക്കൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്താൽ മതി. കണ്ടില്ലേ, ആ ഒരു ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ മുട്ടക്കറി വെക്കുമ്പോൾ നല്ലൊരു എക്സ്ട്രാ ടേസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതാ ഞാനിപ്പോൾ സവാളയൊക്കെ വാട്ടി കറിയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. തേങ്ങയൊക്കെ അരച്ചിട്ടാണ് ഞാൻ കറി വെച്ചിട്ടുള്ളത്. ലാസ്റ്റ് നമുക്കിതിലേക്ക് കുറച്ച് കസൂരി മേത്തി, നമ്മൾ ബട്ടർ ചിക്കനിലൊക്കെ ഇടൂല്ലോ ഉലുവയുടെ എല്ലാം ഉണങ്ങിയത്, അത് ഇതാ ഇതേപോലെ കുറച്ചെടുത്തിട്ട് കയ്യിൽ വെച്ചിട്ടൊന്ന് പൊടിച്ചിട്ടിട്ട് നോക്കട്ടോ. നമ്മുടെ ആ ഒരു മുട്ടക്കറിക്ക് നല്ല എക്സ്ട്രാ നല്ലൊരു ടേസ്റ്റ് കൊടുക്കും. അപ്പോൾ ഇതേപോലെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് എന്തായാലും ട്രൈ ചെയ്ത് നോക്ക്. നല്ല ടേസ്റ്റുള്ള മുട്ടക്കറി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ടിപ്പും കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഈ ടിപ്സൊക്കെ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കണ്ട. അതേപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.